പുതിയ യൂട്യൂബ് ചാനലായ എജു ഹിന്ദി സ്പോട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഹിന്ദി അറിയത്തില്ലാത്ത ഒത്തിരി കുഞ്ഞുങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് ഹിന്ദിയുടെ അടിസ്ഥാനം മുതൽ ഒന്ന് അവരെ പഠിപ്പിക്കാം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഞാൻ 11 വർഷമായിട്ട് ഹിന്ദി ടീച്ചറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്കുള്ള അറിവുകൾ കുഞ്ഞുങ്ങളിൽ എത്തിക്കാം എന്നുള്ള ഒരു അതിയായ ആഗ്രഹം എനിക്കുണ്ട്. അപ്പം ഈ ചാനൽ കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഹിന്ദിയിൽ നമ്മൾ അടിസ്ഥാനം മുതലാണ് തുടങ്ങുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സ്വരാക്ഷരങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അപ്പം മലയാളത്തിൽ സ്വരാക്ഷരങ്ങൾ ആ തൊട്ട് അം വരെ 15 സ്വരാക്ഷരങ്ങളാണ് മലയാള സ്വരാക്ഷരങ്ങൾ ഉള്ളത്. എന്നാൽ ഹിന്ദി സ്വരാക്ഷരങ്ങൾ 13 എണ്ണമാണ് ഉള്ളത്. അത് ഞാൻ എഴുതി പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലേതാണ് 2 അക്ഷരം കുറവ് ഹിന്ദിയിലേക്ക് വന്നിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഈ ചാനൽ, ഈ ഹിന്ദി ക്ലാസ് ഉപകാരപ്രദമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ? നമുക്ക് അക്ഷരങ്ങളപ്പം എഴുതി നോക്കിയാലോ? അപ്പം നമുക്ക് മലയാളത്തിൽ ആദ്യത്തെ അക്ഷരം ഏതാണ്? സ്വരാക്ഷരങ്ങളിൽ ആദ്യത്തെ അക്ഷരം ഏതാണ്? ആയാണല്ലേ. അപ്പം ഞാൻ ആദ്യം മലയാളത്തിലെ ആയെന്ന് എഴുതി കാണിക്കാവേ. ഇതല്ലേ മലയാളത്തിലെ ആ? ഇതെല്ലാ കൂട്ടുകാർക്കും അറിയാലോ. മലയാളത്തിൽ ആ എല്ലാവർക്കും അറിയാം. അത് നമ്മൾ ഹിന്ദിയിൽ എങ്ങനെ എഴുതുമെന്ന് നോക്കാം. അപ്പം നോക്കിക്കേ, 3 1 2 3 3 എല്ലാവർക്കും അറിയാലോ. 3 ഈ രീതിക്ക് എഴുതുക. അതിനുശേഷം ഇതിൻ്റെ നടുക്കുന്ന് ഒരു വര ഇടുക. കണ്ടോ? നടുക്കുന്ന ഒരു വര ഇട്ടു. ആ വരയെ നമ്മളൊരു 1 കൊണ്ട് മുട്ടിച്ചു. കണ്ടോ? എന്നിട്ട് ഹിന്ദി ലെറ്ററിനെല്ലാം പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മേളിൽ നമ്മൾ വരയിടും. കണ്ടോ? മേളിൽ നമ്മൾ വരയിടും. അപ്പോൾ ഇതെന്തായി? ആയായി. ഈ വര നമ്മൾ ഇവിടം വരെ വന്ന് മുട്ടരുത്. ഇത്രയേ വന്ന് മുട്ടാവുള്ളൂ. കേട്ടോ? അപ്പോൾ ആയായല്ലോ. അപ്പോൾ ആ ഒന്നുകൂടെ ഞാൻ എഴുതി കാണിക്കാം. ഒരു 3 എഴുതി, 3ക്ക് ഒരു നടുക്കുന്നൊരു വരയിട്ടു, ഒരു 1 കൊണ്ട് മുട്ടിച്ചു. ഹിന്ദി ലെറ്റർ ആയിട്ട് എന്ത് ചെയ്തു? മേളിൽ നമ്മൾ വരച്ചു. ഓക്കെ, ആ എല്ലാവർക്കും പിടികിട്ടില്ലോ. ഇനി സെക്കൻഡ് ലെറ്റർ നമുക്ക് നോക്കാം. സെക്കൻഡ് ലെറ്റർ ഏതാണ് കൂട്ടുകാരെ? എല്ലാവർക്കും അറിയാലോ. ആ. ഏതാണ് സെക്കൻഡ് ലെറ്റർ? ആ. ഇതാണ് മലയാളത്തിലെ ആയ. ഇത് നമുക്ക് ഹിന്ദിയിലോട്ട് എഴുതാം. ഇതേപോലെ തന്നെ നമ്മൾ 3 എഴുതി, 3യുടെ നടുക്കൊരു വരയിട്ടു, ഇതിനെ 1 കൊണ്ട് മുട്ടിച്ചു. ഇതിപ്പോൾ എന്തായി? ആയി. നമ്മൾ എഴുതേണ്ടത് എന്താണ്? ആ എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു 1 കൂടെ കൊണ്ട് എഴുതുക. കണ്ടോ? ഇപ്പം 2 1 ഒരു 1 കൂടി ഇട്ടു. എന്നിട്ട് നമ്മൾ ഹിന്ദി ലെറ്റർ ആയിട്ട് എന്ത് ചെയ്തു? മേളിൽ വരയിട്ടു. മനസ്സിലായോ? അപ്പോൾ ഒന്നുകൂടെ നോക്കാം. 3 എഴുതി, നടുക്കുന്ന വരയിട്ടു, ഒരു 1 എഴുതി, ആ എന്നായതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു 1 കൂടി എഴുതി മേളിൽ വരച്ചു. ആ. എല്ലാവർക്കും പിടികിട്ടിയോ? ഇനി അടുത്ത അക്ഷരം ഏതാണ്? ഇ. ഇതാണ് മലയാളത്തിലെ ഇ. ഇത് നമുക്ക് ഹിന്ദിയിലേക്ക് എങ്ങനെ എഴുതണമെന്ന് നോക്കാവേ. നമുക്ക് എല്ലാവർക്കും അറിയാലോ എസ് അറിയാലേ. ABCDയിലെ എസ് അറിയത്തില്ലേ? അങ്ങനെ ഒരു നല്ലൊരു എസ് എഴുതി. കണ്ടോ? എസ് എഴുതിയിട്ട് നമ്മൾ ഈ എസിൻ്റെ അടിഭാഗം കണ്ടോ? ഇതിൻ്റെ താഴോട്ട് ഇങ്ങനെ അങ്ങോട്ട് വരച്ചു. കണ്ടോ? എന്നിട്ട് നമ്മൾ മേളിലൊരു ചെറിയൊരു വരയിട്ട് അതിനെ ഈനെ എന്ത് ചെയ്തു? ആ എസ്സിനെ നമ്മളൊരു വരയിട്ട് ആ വരയിലിട്ടാക്കുക. കണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യണം? ഹിന്ദി ലെറ്റർ ആയിട്ട് മേളങ്ങ് വരച്ചു. കണ്ടോ? ഈ ഒന്നിട്ട് നോക്കിക്കേ. ഒരു എസ് എഴുതി, എസ്സിൻ്റെ ഈ ഏറ്റടിയിൽ നമ്മൾ താഴോട്ട് ഇങ്ങനെ അങ്ങോട്ട് വരച്ചു. അതിനുശേഷം അതിനെ ഒരു കുഞ്ഞു വരയെ കൊണ്ടിട്ടു. എന്നിട്ട് മേള് വരച്ചു. ഇതെന്തായി? ഈ. എല്ലാവർക്കും പിടികിട്ടിയോ? ഈ. ഇനി അടുത്ത അക്ഷരം ഏതാണ്? അടുത്ത ലെറ്റർ ഈ. ഇത് മലയാളത്തിൽ ഈ ആണ്. അത് നമ്മൾ ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ ഈ തന്നെ സെയിം നമ്മൾ എഴുതുക. എസ് എഴുതുക, എസിൻ്റെ അടിയിൽ നിന്നൊരു വര അങ്ങോട്ട് താഴോട്ടിടുക, ഒരു കുഞ്ഞു 1 അതിനെ കൊണ്ട് മുട്ടിച്ചു, മേള് വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ നായോണ്ട് നമ്മൾ എന്ത് ചെയ്തു? മേളിലോട്ട് ഇങ്ങനെ അങ്ങ് വളച്ചു വെക്കുക. മേളിലോട്ട്. കണ്ടോ? ഈ. പിടികിട്ടിയോ? ഒന്നുകൂടെ നോക്കിയാൽ. എസ് എഴുതി, എസിൻ്റെ അടിയിൽ നിന്ന് താഴോട്ട് വരയിട്ടു, ഒരു കുഞ്ഞു വരയിൽ കൊണ്ട് മുട്ടിച്ചു, മേള് വരച്ചു, മേളിൽ ഇങ്ങനെ ഒരു സിമ്പിൾ വിട്ടു. കണ്ടോ? ഈ. പിടികിട്ടിയോ? അടുത്ത അക്ഷരം ഏതാണ്? ഉ. നോക്കുക, അടുത്ത അക്ഷരം ഉ. അപ്പോൾ ഇതാണ് മലയാളത്തിലെ ഉ അല്ലേ. നമുക്ക് ആ ഉ എങ്ങനെ എഴുതുക എന്ന് നോക്കാം. ഈ ഹിന്ദിയിലേക്ക് ഏറ്റവും എളുപ്പം ഈ ഉ എഴുതാനാണ് ഹിന്ദി അക്ഷരങ്ങളിലെ. എങ്ങനെ നോക്കണേ? ഇതേതാണ്? നമ്മൾ ആദ്യമേ പഠിച്ചത്. ഇത് ഏതക്ഷരമാണ്?
3 അല്ലേ? നമ്മൾ ആ എഴുതിയപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു. ആദ്യം എഴുതിയത് എന്താണ്? 3 ആണ്. അതേപോലെ ഒരു 3 എഴുതി. ഈ 3ക്ക് ഇനി നമ്മൾ വേറെ ചെയ്യേണ്ട ഒരു പരിപാടി, മേളിൽ ഹിന്ദി ലെറ്റർ ആണ്ട് മേളിൽ വരച്ചു. ഇത്രയേ ഉള്ളൂ. ഇത് ഏത് അക്ഷരമായി? ഉ. എളുപ്പമല്ലേ ഇത് എഴുതാൻ? എങ്ങനെയാണ്? ഒരു 3 എഴുതുക, മേളിൽ വരയ്ക്കുക. ഊ ആയി. കണ്ടോ? ഇനി അടുത്ത ലെറ്റർ ഏതാണ്? ഊ. ഏതാണ്? ഊ. അത് നമുക്ക് എങ്ങനെ ഹിന്ദിയിലേക്ക് എഴുതാൻ നോക്കാം. ഈ 3 തന്നെ നമ്മൾ എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യണം? ഊന്നായതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഈ ഊവിനൊരു വാല് പോലെ ഇങ്ങനെ അങ്ങ് ഇടുക. കണ്ടോ? ഊ. ഏതായി കുട്ടികളെ? ഊ. നോക്കിയേ, ഒരു 3 എഴുതുക, 3ക്കൊരു വാലും കൊടുത്തു. കണ്ടോ? ഊ. പിടിയിട്ടില്ലേ? ഇനി അടുത്ത അക്ഷരം ഏതാണ്? ഇറു ആണല്ലേ? ഇറു. ഇതേതാണ്? മലയാളത്തിലെ ഇറുവാണ് ഈ എഴുതിയേക്കുന്നത്. കണ്ടോ? അത് നമുക്ക് ഹിന്ദിയിലേക്ക് എഴുതുമ്പോൾ നിങ്ങൾക്ക് ABCDയിലെ കെ അറിയത്തില്ലേ? ഇങ്ങോട്ട് നോക്കിയേ, ഇതാണ് കെ അല്ലേ? ഇങ്ങോട്ട് നോക്കിയേ, ഇതല്ലേ ABCD പഠിക്കുമ്പോൾ അതിൻ്റെ കെ? കണ്ടോ? ഇതല്ലേ കെ? ഈ കെനെ നമ്മൾ നേരെ തിരിച്ചെഴുതുന്നത്. ഇറു എഴുതുമ്പോൾ നമ്മൾ ഹിന്ദിയിലെ ഇറു എഴുതുമ്പോൾ ഈ കെ നേരെ തിരിച്ചെഴുതി. കണ്ടോ? ഈ കെയിനെ നേരെ തിരിച്ചെഴുതി. അതിനുശേഷം ഇവിടുന്ന് ഇങ്ങനെ ഒരു വരയിട്ട് മേലോട്ട് കയറി മുട്ടിച്ചിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യണം? ഒരു സി പോലെ എഴുതി. കണ്ടോ? ഇറു. കണ്ടോ? അപ്പോൾ എങ്ങനെയാണ്? ഒരു കെ തിരിച്ചെഴുതുക, അതിനുശേഷം ഇവിടുന്ന് ഇങ്ങനെ ഒരു വരയിട്ടിട്ട് അതിൻ്റെ മേളിലോട്ട് കയറിയിട്ട് ഒരു സി എഴുതുക. കിട്ടിയോ? എന്നിട്ട് ഹിന്ദി ലെറ്റർ ആയിട്ട് എന്ത് ചെയ്യണം? മേളിൽ വരയ്ക്കണം. ഇതാണ് ഇറു. എല്ലാവർക്കും ഇത്രയും മനസ്സിലായോ? ആ മുതൽ ഇറു വരെയുള്ള അക്ഷരങ്ങൾ എല്ലാവർക്കും പിടികിട്ടിയില്ലേ? അപ്പോൾ എല്ലാവരും വീട്ടിലിരുന്ന് ഇത് ഇത്രയും അക്ഷരങ്ങളൊന്ന് എഴുതി നോക്കണം. അതിനുശേഷം അടുത്ത വീഡിയോയിൽ ഇറു കഴിഞ്ഞിട്ടുള്ള അക്ഷരങ്ങൾ തൊട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.